തിരുച്ചിറപ്പള്ളിയിലെ തിരുവമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പുതിയ റിക്രൂട്ട് പോലീസ് കോൺസ്റ്റബിൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നതോടുകൂടിയാണ് സിനിമ ആരംഭിക്കുന്നത്. സ്റ്റേഷനിൽ റൈറ്ററായി ജോലി ചെയ്യുന്ന ഹെഡ് കോൺസ്റ്റബിളാണ് തങ്കരാജ്. വളരെ സത്യസന്ധനും ആത്മാർത്ഥതയുമുള്ള ഒരു പോലീസുകാരനാണ് തങ്കരാജ്. പോലീസുകാരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതിനായി താഴ്ന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് തങ്കരാജ് ഒരു കേസ് ഫയൽ ചെയ്യുന്നതും സമരം നടത്തുന്നതും ഇഷ്ടപ്പെടാതെ വരുന്ന സബ് ഇൻസ്പെക്ടർ തങ്കരാജിനെ ട്രാൻസ്ഫർ കൊടുത്ത് തിരുവല്ലിക്കേണി എന്ന പോലീസ് സ്റ്റേഷനിലോട്ട് മാറ്റുന്നതും അവിടെ നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. നവാഗതനായ ഫ്രാങ്ക്ലിൻ ജേക്കബ് എഴുതി സംവിധാനം ചെയ്ത് ഗോൾഡൻ റേഷ്യോ ഫിലിംസ്, ലിറ്റിൽ റെഡ് കാർഡ് ഫിലിംസ്, ജെട്ടി പ്രൊഡക്ഷൻസ് എന്നിവയുമായി സഹകരിച്ച് നീലം പ്രൊഡക്ഷൻസ് നിർമ്മിച്ച് 2021 പുറത്തിറങ്ങിയ ക്രൈം ത്രില്ലർ സിനിമയാണ് റൈറ്റർ. ഒരു സത്യസന്ധനായ പോലീസുകാരൻ്റെ മാനസികാരോഗ്യ പോരാട്ടത്തെ മറ്റൊരു സിനിമയിലും കാണാത്ത വിധമാണ് എഴുത്തിലൂടെയും സംവിധാനത്തിലൂടെയും ഫ്രാങ്ക്ലിൻ നമുക്ക് കാണിച്ചു തരുന്നത്. അടിമയും യജമാനും എന്ന രീതി വ്യക്തമാക്കുന്ന കഥ അതിനെതിരെയുള്ള പോരാട്ടങ്ങളും കാണിക്കുന്നു. ഓരോ ജീവിതങ്ങളും പല രീതിയിലാണ്. ഏത് നിമിഷവും ആർക്കും എന്ത് സംഭവിക്കാം എന്നതെല്ലാം നമുക്ക് കാണിച്ചു തരുന്നു സംവിധായകൻ. അത്രയും മികച്ചൊരു സ്ക്രിപ്റ്റാണ് സിനിമയുടേത്. വലിയൊരു ശബ്ദമാണ് സംവിധായകൻ സിനിമയിലൂടെ ഉയർത്തുന്നത്. അദ്ദേഹം ഉയർത്തുന്ന ശബ്ദം എന്താണെന്ന് വ്യക്തമാക്കുന്നില്ല. അത് സ്പോയിലറായി പോകും. സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കുക. സിനിമയിൽ തങ്കരാജ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സമുദ്രഖനിയാണ്. ആ റോൾ അദ്ദേഹത്തിനല്ലാതെ മറ്റൊരാൾക്കും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലാണ് ചെയ്തു വച്ചേക്കുന്നത്. ശരിക്കും അത് അഭിനയമല്ല, അദ്ദേഹം ആ ക്യാരക്ടറായി ജീവിക്കുകയാണ്. സമുദ്രഖനിയെ കൂടാതെ ഹരികൃഷ്ണൻ, ഇനിയ, സുബ്രഹ്മണ്യം ശിവ, കവിതാ ഭാരതി, MG സുന്ദർ, ബോസ് വെങ്കട്ട് എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഹരികൃഷ്ണൻ്റെയും കവിതാ ഭാരതിയുടെയും പെർഫോമൻസും വളരെയധികം പ്രശംസ അർഹിക്കുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ സമയം മനസ്സിന് വല്ലാത്തൊരു മരവിപ്പായിരുന്നു. ഒരുപക്ഷെ ഇന്നും കേരളത്തിലല്ലാതെ മറ്റു പല സംസ്ഥാനങ്ങളിലും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫ്രാങ്ക്ലിൻ ഈ സിനിമയിലൂടെ പറയുന്നത്. ഇതിനു മുൻപ് മറ്റൊരു സിനിമ കണ്ടിട്ട് മാനസികമായും ഒരു വ്യതിയാനം ഉണ്ടാക്കിയത് വെട്രിമാറിൻ്റെ സംവിധാനത്തിൽ അട്ടക്കത്തി ദിനേശ് നായകനായ വിസാരണ എന്ന സിനിമയായിരുന്നു. സിനിമ എന്നും എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയുമാണ് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് റൈറ്റർ എന്ന സിനിമ. 2021 റിലീസ് ചെയ്ത ഈ സിനിമ ഞാൻ എങ്ങനെ മിസ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് പേര് ഈ സിനിമ കണ്ടിട്ടുണ്ടാവാം. കാണാത്തവർക്കായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് റൈറ്റർ. മനുഷ്യനെ മനുഷ്യനായി മാത്രം കാണണമെന്നുള്ള ഒരു വലിയ മെസ്സേജും ഈ സിനിമയിലൂടെ സംവിധായകൻ നമുക്ക് കാട്ടിത്തരുന്നു. പുതിയൊരു സിനിമയുടെ വിശേഷമായി അടുത്ത ദിവസം വരുന്നതുവരെ ഗുഡ് ബൈ.